الحمد لله الحمد لله الملك الديان رفع من شاء بفضله وخفض من شاء بعدله وصرف الأمور بحكمته لا يسأل عما يفعل وهم يسألون أحمده سبحانه وأشكره وأشهد أن لا إله إلا الله وحده لا شريك له ولي المؤمنين وناصر الطائعين وأشهد أن محمدًا عبده ورسوله إمام الدعاة وقائد المسلمين صلى الله عليه وعلى آله وصحبه أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവ ലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും സർവരോടും സകലതിനോടും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമായ അർ-റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പടച്ചതമ്പുരാൻ്റെ തിരുവചനമായ വിശുദ്ധ ഖുർആനിൽ നിന്നും അവൻ്റെ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും അബദ്ധങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും ഉദവിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളെ പ്രതിനിധീകരിക്കാനുള്ളവരെ ജനം തിരഞ്ഞെടുക്കുന്ന വർത്തമാനകാല മാർഗമാണ് പൊതു തിരഞ്ഞെടുപ്പുകൾ. പൊതു നന്മയെ കരുതി അൽ മസ്ലഹത്തുൽ ആമ്മ എന്നാണ് ഇസ്ലാമിക രീതിശാസ്ത്രത്തിൽ പൊതുനന്മയ്ക്ക് പറയുക. ഈ മസ്ലഹത്തുൽ ആമ്മയ്ക്ക് വേണ്ടി മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരുമൊക്കെ വിവിധ കക്ഷികളിലും രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി അതിന് പ്രശ്നമൊന്നുമില്ല. ഏത് കക്ഷിയിൽ ആര് പ്രവർത്തിച്ചാലും അടിസ്ഥാനപരമായി അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ഉപാധികൾ ആ വിഷയത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിന്മയുമായി ബന്ധപ്പെടേണ്ടി വരരുത് എന്നാണ്. താൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ കക്ഷി തൻ്റെ വിശ്വാസത്തിന് എതിരിൽ നിൽക്കുന്ന തിന്മയുമായിട്ട് ബന്ധപ്പെടുന്നതാവരുത്. സത്യത്തിൽ നിന്നും അതിൻ്റെ പേരിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വരരുത്. പുതിയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആളുകൾ പറയാറുള്ളത് അങ്ങനെയാണല്ലോ, രാഷ്ട്രീയം എന്നുള്ള ചെളിക്കുണ്ടാണെന്ന്. പൊതുജന സംസാരത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ നേരും നെറിയൊന്നുമില്ല എന്നാണ്. പക്ഷെ ഇസ്ലാം നേരും നെറിയുമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്ത് അക്രമവും തോന്നിയവാസവും കൊലയോ അതിനപ്പുറത്തുള്ള വൃത്തികേടോ ആവാം നാം പൊതു സംസാരം.
അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു മികച്ച രാഷ്ട്രീയക്കാരനാവില്ല എന്നാണ്. പക്ഷെ ഇസ്ലാം പറയുന്നത് അക്രമത്തിനും ശത്രുതക്കും ഇടവരുത്തുന്നതാണെങ്കിൽ അത്തരം സംവിധാനങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെ ചില ഉപാധികൾ ഇസ്ലാം ആ വിഷയത്തിൽ വരും. ഏതായാലും എലക്ഷൻ എന്നുള്ളത് ഒരു കൂട്ടർക്ക് ജയിക്കാനും മറുപക്ഷത്തിന് പരാജയപ്പെടാനും ഉള്ളതാണ്. നാളെ ഇതിൻ്റെ റിസൾട്ട് വരാം. അതുകൊണ്ട് തന്നെ മത്സരിച്ച് എല്ലാവരും ജയിക്കില്ല. ഈ ഒട്ട മത്സരത്തിൽ എല്ലാവരും ജയിക്കുന്നവരല്ല. ഇങ്ങനെ ഒരു കൂട്ടർ ജയിക്കുകയും മറുകൂട്ടർ പരാജയപ്പെടുകയും ചെയ്യുന്ന സമയത്ത് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഇസ്ലാമിൻ്റെ നിലപാട് ആ വിഷയത്തിൽ എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും ഇപ്പോൾ മതകീയമായതു ചിന്താപരമായ എതിരാളികളോടാണല്ലോ നമ്മൾ തോക്കുക. നമ്മളെ നിലകൊള്ളുന്ന ഒരു നിലപാടിൻ്റെ വ്യത്യസ്തമായൊരു തലത്തിൽ നിന്ന് പോരാട്ടത്തിന് വരുന്നവർ, മത്സരിക്കാൻ വരുന്നവർ ചിലപ്പോൾ മതം അതിനകത്ത് ബാധിക്കും. ഇപ്പം ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ മതം കലരാൻ പാടില്ല എന്ന് പറഞ്ഞാലും മതം എത്രത്തോളം രാഷ്ട്രീയത്തിൽ കലർന്നിട്ടുണ്ട് നമുക്ക് പച്ചക്കറിയാവുന്ന സംഗതിയാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി പോലും മതം പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങാൻ നിൽക്കുന്നത്. മതം അതിനകത്ത് കലരുന്നുണ്ട്, ചിന്തകളുടെ വ്യത്യസ്തത അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ നിലകൊള്ളുന്ന രാഷ്ട്രീയ കക്ഷി, വിരുദ്ധ കക്ഷി, നമ്മളുമായിട്ടുള്ള പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഇതിലുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ജയിക്കുമ്പോൾ അല്ലെ തോക്കുമ്പോൾ എന്താണ് നമ്മൾ പുലർത്തേണ്ട മാനദണ്ഡം? ഇസ്ലാമിന് എല്ലാ കാര്യത്തിലും പറയാനുള്ള നീതിയെ സംബന്ധിച്ചിട്ടാണ്. ജയിച്ചാലും തോറ്റാലും ഇസ്ലാമിൻ്റെ നീതി, ഇസ്ലാമിൻ്റെ കരുണ, അവകാശങ്ങളുടെ സംരക്ഷണം, മനുഷ്യനെന്നുള്ള നിലക്കുള്ള ആദരവ്, ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണമല്ലോ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട നാഥനെ കുറിച്ചിട്ടാണ് ഖുർആൻ പറയും, ലഖദ് കറംനാ ബനി ആദം, ലഖദ് കറംനാ ബനി ആദം. മനുഷ്യനെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതിലേത് മതമെന്നില്ല, ഏത് രാഷ്ട്രീയമെന്നില്ല, ഏത് നാടെന്നില്ല, ഏത് ഭാഷക്കാരനെന്നില്ല. മനുഷ്യനൊരു ബഹുമാനമുണ്ട്, മനുഷ്യത്വത്തിൻ്റെ ഒരു ബഹുമാനം. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഖുർആൻ നമ്മളോട് ഇതൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുക. അത് ജയം കഴിഞ്ഞിട്ട് നാളെ നടക്കുന്ന വിജയഘോഷയാത്രകളിൽ അത് പ്രകടമാവണം. ഖുർആൻ മനുഷ്യനോട് സംസാരിക്കുന്നൊരു വലിയ സംസാരം. ലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഘത്തോടുള്ള വിദ്വേഷം, അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ തടയാതിരിക്കട്ടെ. എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് ആ രാഷ്ട്രീയ കക്ഷിയെ ഇഷ്ടമല്ല, ആ പാർട്ടി ഇഷ്ടമല്ല, ആ ജാതി ഇഷ്ടമല്ല എന്നതിൻ്റെ പേരിൽ അനീതി അവരോട് ചെയ്യരുതാണ്. അല അല്ല തഅദിലു. നീതികേട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതാരോടായാലും. നിങ്ങളും അവരും തമ്മിൽ മുൻകാല വൈരാഗ്യം ഉണ്ടാവും. നിങ്ങളും അവരും തമ്മിൽ പാരമ്പര്യ ശത്രുക്കളായിരിക്കും. പക്ഷെ ഖുർആന്റെ നിർദ്ദേശം അല്ല തഅദിലു, നീതികേട് കാണിക്കാൻ പാടില്ല എന്നാണ്. എല്ലാവരോടും നീതി. അത് നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും, ഞാൻ ഖുർആൻ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നീതിക്കെതിരെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഖുർആൻ പറയും. തെരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ കക്ഷി ജയിച്ചു വരുമ്പോൾ, അധികാര കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ അതിനപ്പുറത്തുള്ളതോ ആയി കഴിയുമ്പോൾ എനിക്കിട്ട് പണിതവനല്ലേ തിരിച്ചു കൊടുക്കാം, ഇത് പാടില്ല എന്നുള്ളത് അവിടെ നീതിയാ. പിന്നെ അയാൾ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവല്ല, തനിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ മാത്രം പ്രതിനിധിയല്ല അയാളെ നാടിന്റെ പ്രതിനിധിയാണ്, നാട്ടുകാരുടെ പ്രതിനിധിയാണ്. സ്വന്തത്തിനെതിരായാൽ പോലും നീതികേട് കാണിക്കാതെ ഭരിക്കേണ്ടുന്ന ഭരണാധികാരിയാണ് അയാൾ. ഇസ്ലാമിക ചരിത്രത്തിൽ പല മഹത്തുക്കളെ കുറിച്ചിട്ട് പറയാറില്ലേ? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കഥയൊക്കെ നമ്മളിങ്ങനെ കഥ പോലെ വായിക്കാറുള്ള കഥയാണ് അല്ലേ? പടയങ്കി മോഷ്ടിച്ചിട്ട് ജൂതം വന്ന് നിൽക്കുന്നു അലീന്റെ മുമ്പിൽ. ഒരു യുദ്ധയാത്രയിൽ കളഞ്ഞു പോയതാണ് അദ്ദേഹത്തിന്റെ പടയങ്കി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഖലീഫയാണ് തീർപ്പ് കൊടുത്താൽ മതി. പക്ഷെ അലി റളിയല്ലാഹു അൻഹു കോടതിയിൽ കേസ് എത്തിച്ചു. എൻ്റെ പടയങ്കി നഷ്ടപ്പെട്ടത് ഇന്നയാളുടെ കയ്യിൽ ഞാൻ കണ്ടു, അത് എൻ്റെതാണ്. ഇപ്പൊ കോടതി ചോദിക്കുകയാണ്, നിങ്ങളുടേതാണെന്നുള്ളതിന് എന്താണ് തെളിവ്? തെളിവ് വെച്ച് പറഞ്ഞാൽ സാക്ഷിയുണ്ടോ? സാക്ഷിയുണ്ട്. ആരാണ് സാക്ഷി? സാക്ഷി എൻ്റെ മോനാണ്. മോൻ്റെ സാക്ഷിത്വം പറ്റില്ല വാപ്പാക്ക് വേണ്ടി, കാരണം മോൻ വാപ്പക്ക് എതിരായിട്ട് സാക്ഷി വയ്ക്കില്ലല്ലോ. നോക്കണം,
അവസാനം ഖലീഫ ഈ കൊണ്ടുകൊടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിയുടെ വിധി വരികയാണ്. എന്താണെന്നറിയോ? ആ പടയെങ്കിൽ ഖലീഫൻ്റെതല്ല, ജൂതൻ്റെ തന്നെയാണ്. ഇത് കണ്ടിട്ടുണ്ട് ജൂതൻ. പിന്നീട് പടയെങ്കിൽ പിടിച്ചിട്ട് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എനിക്കാണ് തെറ്റിയത്. ഒരു യുദ്ധയാത്രയിൽ നിങ്ങളുടെ കുതിരപ്പുറത്ത് നീ അങ്കി താഴെ വീഴുന്നത് ഞാൻ കണ്ടതാണ്, ഞാനത് എടുത്തതാണ്. പക്ഷെ കോടതി ഇപ്പം നിങ്ങൾക്കെതിരായിട്ട് കേസ് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ കോടതി എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു. ഖലീഫയ്ക്കെതിരെ പോലും വിധി പറയാൻ സാധ്യതയുള്ള നീതിയുടെ കോടതികൾ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക രാജ്യത്തെക്കുറിച്ചൊക്കെ, ഇത് ഇസ്ലാമിക കഥയിൽ മാത്രമല്ല, ഇപ്പോഴും കഥ ഇങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഥകളാണ്. അപ്പം നാളെ നമ്മളെ ചില ആളുകൾ ജയിച്ചു വരുമ്പോൾ ആ ജയത്തിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് ഈ കഥകളും ഈ ഖുർആനിക സൂക്തങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയം ഒരു അനുഗ്രഹമാണ് ജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ ജയിച്ചു വരുന്നയാള് ആ ജയത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടും ഉണ്ടാവണം. മലയാള ഭാഷ പറഞ്ഞ ഉത്തരവാദിത്വവും ഉണ്ടാവണം, ഉത്തരവാദിത്വവും ഉണ്ടാവണം. രണ്ട് പുലർത്തി പോരണം. രാഷ്ട്രീയ വിജയം ഒരിക്കലും അഹങ്കാരത്തിന് വഴിവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് കൃതജ്ഞത പ്രകടിപ്പിക്കണം. അവിടെ എന്തിനാ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടത്? എന്തിനാണ് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടത്? ലോകത്തെ ഏറ്റവും ലോകമൊക്കെ ഉറ്റുനോക്കിയ ഒരു വിജയഘോഷയാത്രയും നയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നൊരു കഥയുണ്ടല്ലോ, മക്കം ഫത്ഹ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അന്ന് നബി എന്താ ചെയ്തത്? ഖുർആൻ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന, അല്ലേ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. തസ്ബീഹ് ഉണ്ടാവണം, ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. ഈ ജയിച്ചു വരുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? അവരെന്ത്? ഞാൻ അവരോടല്ലല്ലോ പറയണത്, ഞാൻ സംസാരിക്കുന്നത് നമ്മളോടാണ്. ജുമായ്ക്ക് പള്ളിയിൽ വന്ന സത്യവിശ്വാസികളോടാണ് സംസാരം. അപ്പൊ നമ്മളുടെ പ്രതിനിധീകരിക്കുന്ന, നമ്മൾ വോട്ട് ചെയ്ത കക്ഷി ജയിക്കുമ്പോൾ അതിന് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കണം, പടച്ചതമ്പുരാന് തസ്ബീഹ് ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. ശുക്റും ഇസ്തിഗ്ഫാറും ചെയ്ത് വേണം ഈ വിജയഘോഷയാത്ര, ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി. ജയിക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. പിന്നെ ചതിപ്രയോഗങ്ങൾ പാടില്ല. പിന്നെ ഒരു തരത്തിലുള്ള പകപോക്കലുകളും ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇങ്ങനെ കടന്നു വന്നിട്ട് അതുവരെയും അല്ലാഹുവിന്റെ റസൂലിനെ പീഡിപ്പിച്ച, സഹാബത്തിനെ ക്രൂരമായി പീഡിപ്പിച്ച ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഖബ്ബാബിന്റെയും ഒക്കെ കഥകളൊക്കെ നമ്മൾ പലകുറി കേട്ടിട്ടുള്ളതാണ്. ആ ഏത് തരത്തിലുള്ള പ്രതികാര നടപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എടുത്താലും ലോകം അതിനൊന്നും നബിയെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? നബി പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ സഹോദരൻ യൂസുഫിന്റെ സഹോദരങ്ങളോട് പറഞ്ഞ പോലത്തെ വർത്താനാ ഞാൻ പറയാൻ പോണത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയുണ്ടല്ലോ, പൊട്ടക്കിണറ്റിൽ കൊണ്ട് സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തള്ളി. അവസാനം മിസ്റിന്റെ അധികാരവും പേറി രാജാവായിരിക്കുന്ന സമയത്ത് അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു അവരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്കത് ഒരു പ്രതികാരവും ചെയ്യുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. ഇത് അനുസ്മരിച്ചിട്ട് റസൂൽ പറയാണ്, ഞാൻ ഇതന്നെയാ പറയാൻ പോണത്. മക്കയിൽ എന്നെ കഷ്ടപ്പെടുത്തിയവരെ, എൻ്റെ തലയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വലിച്ചിട്ടവരെ, എൻ്റെ ബിലാലിന്റെ നെഞ്ചത്ത് കരിമ്പാറ കയറ്റി വെച്ചിട്ട് മരുഭൂമിയിലെ മണലിൽ വലിച്ചിടച്ചവരെ, ലാ തസ്രീബ അലൈക്കും മൂല്യവും, നിങ്ങളോടൊരു പ്രതികാരമില്ല, ഇദ്ഹബു അന്തും തുലഖ, പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാതൃകയാണ് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ജയിക്കാൻ പോകുന്ന നമ്മൾ ചെയ്യേണ്ടത്. ഇനിയില്ല, ഇന്നലെ എനിക്ക് വോട്ട് ചെയ്യാത്തവര് എന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതികാരമില്ല. എല്ലാ കക്ഷികളും, ഇടതാകട്ടെ വലതാവട്ടെ ഏതുമായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നറിയാം. നമ്മൾ പ്രതികരിക്കുന്ന കക്ഷി ജയിച്ചാൽ ഞാനിനി അല്ലെങ്കിൽ എൻ്റെ കക്ഷി ഈ നാടിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളാണ്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ക്ഷേമ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കാൻ പോവുക. അപ്പൊ സ്ഥാനം കിട്ടി എന്നതല്ല, അവിടെ സ്ഥാനം കിട്ടിയെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അള്ളാഹു തന്നിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം. ഇതൊരു പരീക്ഷണമാണ്. ഈ ഉത്തരവാദിത്തം ഞാൻ ശരിയായ നിലക്ക് നിർവഹിക്കുന്നുണ്ടോ എന്ന് പടച്ചതമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ജയം കിട്ടിയാൽ വിനയം കാണിക്കണം.
ജയിച്ചു കഴിഞ്ഞാൽ വിനയം കാണിക്കണം, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, ജനങ്ങളെ ഐക്യത്തിലാക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പ്രമുഖനായ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് പറഞ്ഞതാ അറിയോ? മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതാണ് പ്രതികാര രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നല്ല, മുസ്ലിമീങ്ങൾ ഏതെങ്കിലുമൊക്കെ കക്ഷികളെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ അവർ നിലകൊള്ളുന്ന കാലത്തോളം ആ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജനങ്ങളെ ഐക്യപ്പെടുത്താൻ, ഒരുമിപ്പിച്ചു നിർത്താൻ. നോക്കോളും, നാളെ നടക്കാൻ പോകുന്ന ആഘോഷയാത്രകളിൽ മറുകക്ഷിയെ ചീത്ത വിളിക്കലുണ്ടാവുക. കൂടെ മത്സരിച്ചവരെ ഒരിക്കലും കളിയാക്കില്ല. കൂടെ മത്സരിച്ചവരെ ആദരിക്കാൻ പഠിക്കണം. അതിനെ രാഷ്ട്രീയ മര്യാദ, പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ എഴുതി വെച്ച വാക്കുകൾ പ്രതിപക്ഷ ബഹുമാനം. അങ്ങനെ സംഗതി നടക്കുന്നില്ല എന്നുള്ള നമുക്കറിയാം. പക്ഷെ പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം. കൂടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെ ആദരിക്കണം, അവരെ കളിയാക്കല്. ലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അസബിയ്യത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അസബിയ്യ എന്ന് പറഞ്ഞാൽ വംശീയത, വർഗീയത, രാഷ്ട്രീയമായ ചേരിതിരിവ്, കുടുംബപരമായ ചേരിതിരിവ്, ഇതിനൊക്കെ പറയാം. അപ്പൊ പിന്നെ ഈ ജയിച്ചു വന്ന കക്ഷി ആ കക്ഷിയുടെ നേതാവേ അല്ല, അയാൾ പിന്നെ പാർട്ടിക്കാരനെ അല്ല, അയാൾ പിന്നെ പൊതുസമൂഹത്തിൻ്റെതായിട്ട് നിൽക്കണമെന്നാണ്. ഇനിയും അയാൾ ആ കക്ഷിയുടെ ആളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താണ്? അങ്ങനെയുള്ളവനെ പിന്നെ മുസ്ലിം എന്നെണ്ണാൻ പറ്റില്ല. നിങ്ങൾ ഏത് കക്ഷി ആയിക്കൊള്ളട്ടെ, ആ കക്ഷിയുടെ ആളായിട്ടാണ് ഇനിയും നിലകൊള്ളാൻ പോകുന്നതെങ്കിൽ പിന്നെ ഇസ്ലാമുമായിട്ട് അവന് ബന്ധമില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഈ വാക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എങ്ങനെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന വിജയ ആഘോഷത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാ പറയാം. പക്ഷെ ആഘോഷങ്ങളൊക്കെ ആവാട്ടോ, ആഘോഷങ്ങൾ വേണ്ടെന്ന്, ആഘോഷങ്ങളാവാം, ആഹ്ലാദ പ്രകടനങ്ങളാവാം, അനുമോദന സദസ്സുകളാവാം, ഇതൊക്കെ ഇസ്ലാം സമ്മതിക്കുന്നുണ്ട്. അതിനും പക്ഷേ ചില ചിട്ടവട്ടങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, തസ്ബീഹ് ചെയ്യുന്ന, ശുക്ർ ചെയ്യുന്ന, ഈ ശുക്റിന്റെ സുജൂദ് എന്ന് പറയുന്ന സുജൂദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് അപ്പൊ ലൈവിൽ അള്ളാഹുവിന് ചെയ്യുന്ന ഒരു സുജൂദാണ് ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ. തെരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ ചെയ്തോളി, അതൊരു വിജയമാണല്ലോ, അതൊരു വിജയമാണ്. കളിക്കളത്തിലൊക്കെ കളിക്കുന്ന ആൾക്കാർ ഒരു ഗോൾ അടിക്കുമ്പോഴത്തേക്കും റണ്ണടിച്ച് 10 അടിക്കുമ്പോഴത്തേക്കിട്ട് സുജൂദ് കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ സുജൂദ് ഉണ്ടാവണം. ഇത് യുദ്ധവേളകളിലെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, ഏത് വിജയത്തിനും ഈ ശുക്റിന്റെ സുജൂദ് ഉണ്ടാവാം. സദക്കകൾ ചെയ്യാൻ തുടങ്ങിയ ലഡു വിതരണം ചെയ്യാം, അതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. സഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ്. വിജയങ്ങൾ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭക്ഷണ വിതരണം, ലഡു ഒരു ഭക്ഷണമാണ്. അപ്പൊ അതൊന്നും ഇസ്ലാം എതിർക്കുന്ന സംഗതിയല്ല. അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിനും ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിക്കണം. ഭക്ഷണം വേസ്റ്റാക്കിക്കൊണ്ടല്ല, ഭക്ഷണത്തോട് കാണിക്കേണ്ടെന്ന മര്യാദ കാണിച്ചുകൊണ്ട്, അതവ് കാണിച്ചുകൊണ്ട് ജനങ്ങളോട് തന്റെ സന്തോഷം പ്രകടമാക്കിക്കൊള്ളോളൂ, പ്രശ്നമൊന്നുമില്ല. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം, ജനോപകാരപ്രദമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കാതെ. ഇതിപ്പോ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ശബ്ദമലിനീകരണമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ വല്ലാതെ അനുഭവിച്ചതാണത്. ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പിന്നെ എന്തുവാകാന്നുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളും ചെയ്തു നോക്കണം, മിണ്ടണ്ടെന്നുള്ള അങ്ങനെയല്ലല്ലോ. ശബ്ദമലിനീകരണ പ്രശ്നം തന്നെയാണ്. ശബ്ദമലിനീകരണം ഉണ്ടാക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത 2 കാര്യം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത 2 കാര്യത്തിലൊന്ന് ജയം വരുമ്പോഴുള്ള ഒച്ചപ്പാടാണ്. ഹദീസിലുള്ള, ഞാൻ ഉണ്ടാക്കിയില്ല. ജയിക്കുമ്പോഴുള്ള ഒച്ചപ്പാടാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത 2 ശബ്ദങ്ങളിൽ ഒന്ന്. കാരണം പിന്നുണ്ടാവുള്ളൊരു വലിയ ഓരിയിടല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ശബ്ദമലിനീകരണം എന്ന വാക്ക് പറഞ്ഞില്ല എങ്കിലും ഇതിലേക്ക് അത് പോകുന്നത്. പിന്നെ വഴി തടസ്സപ്പെടുത്തല് നോക്കിക്കോളി. നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന സമയത്ത്, ഈ കലാശക്കൊട്ടിന്റെ സമയത്ത് ജനം അനുഭവിച്ച കഷ്ടപ്പാടുണ്ട്, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടി വരുമ്പോൾ വഴി മുഴുവൻ തിങ്ങ് നിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ? ഇന്ന് അവസാനം റോഡ് ഷോ ആണ്, കലാശക്കൊട്ടാണ്, നിങ്ങളൊന്നും പോവണ്ട. ഇനി ഇത് നാളെയും നമ്മൾ അനുഭവിക്കാൻ പോവാണ്. വഴി തടസ്സമുണ്ടാക്കുക എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും താഴെ പടിയായി റസൂൽ പറഞ്ഞ സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ നടക്കാനുള്ള ഏറ്റവും അവസാനത്തെ സംഗതി. ആദ്യത്തേക്ക് വേറെ റസൂൽ ആദ്യത്തെ പറഞ്ഞ ഈമാന്റെ ഏറ്റവും പ്രകടമായ സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്. അതാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വഴി എന്ന് പറഞ്ഞാൽ.
അതിലേറ്റവും താഴത്തത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴി തടസ്സം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നാളെ വഴി തടസ്സം വെച്ചിട്ടാണ് ആഘോഷിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഈമാനിന്റെ ചെറുകണിക പോലും നമ്മളില്ല എന്നർത്ഥം. നിങ്ങൾ നടത്തിയ റോഡ് ഷോയിൽ ജനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഈമാന്റെ ഒന്നും നിങ്ങളിലില്ല. അപ്പൊ വഴി തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ശബ്ദമലിനീകരണം കൊണ്ട് ആളുകളെ ഇടങ്ങേറാക്കല്, വഴി തടസ്സപ്പെടുത്തരുത്, പൊങ്ങച്ച പ്രകടനം നടത്തരുത്, അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയരുത്, ആളുകളെ കളിയാക്കരുത്, ചീത്ത വിളിക്കരുത്. ഇതൊക്കെ ഉണ്ടാവും നാളെ. ഇതൊന്നും ഇല്ല എന്നിങ്ങനെ ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകും എന്നെങ്കിലും പറയല്ല. പക്ഷെ നിങ്ങളെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ മാറി നിൽക്കണം. ഇസ്ലാമിന്റെ നിർദ്ദേശം അതാണ് എന്ന് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് ഇത്തരം സംഗതികളിലൊന്നും നമ്മൾ മാറി നിൽക്കണം. വലാ തംശി ഫിൽ അർളി മറഹ, ഖുർആനിക ആയത്ത് എല്ലാ സന്ദർഭത്തിലും കൊണ്ട് വെക്കാനുള്ള സംഗതിയാണ്. അത് പള്ളീന്റെ ഉള്ളിൽ മാത്രമോ അല്ലെങ്കിൽ നബിദിന ഘോഷയാത്ര നടത്തുമ്പോൾ മാത്രമോ അല്ലെ പെരുന്നാളിന്റെ സമയത്ത് മാത്രമോ ഒന്നും പറയാനുള്ള സമയം എല്ലായ്പ്പോഴും വേണ്ട സമയം, എപ്പോഴും വേണ്ടത്. വലാത്തം ഷിഫിൽ അർളി മറഹ, നിങ്ങളിങ്ങനെ ഭൂമിയിൽ അഹന്ത കാണിച്ച് നടക്കല്ലേ. ആളുണ്ടല്ലോ ആരാടാ ചോദിക്കുക അല്ലേ, അല്ലേ ഇത് പാടില്ല. അങ്ങനെ പൊങ്ങച്ചം ചെയ്യാൻ പാടില്ല. ലാത്തം ഷിഫിൽ അർളി മറഹ, നീ ഇങ്ങനെ അഹന്ത കാണിച്ച് ഭൂമിയിൽ നടക്കല്ലേ, ഖുർആന്റെ ആയത്താണ്. അപ്പൊ എല്ലാ സ്ഥലത്തും വിശ്വാസിയുടേതായ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം. ഞാനൊരു മുസ്ലിമാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയിൽ പ്രവർത്തിച്ചാലും തോറ്റാലും ജയിച്ചാലും അപ്പൊ സന്തോഷ പ്രകടനം നടത്തേണ്ടി വരുമ്പോൾ ഇസ്ലാം പറഞ്ഞ രീതി നടത്തണം. പാപം അതിൽ തൊട്ട് തീണ്ടാനേ പാടില്ല. ഇത് വിജയിക്കുന്ന കക്ഷിയോടുള്ള സംസാരമാണ്. ഇനി തോക്കുന്നൊരു കക്ഷിയുണ്ടല്ലോ, അവരെന്താ ചെയ്യുക? തെരഞ്ഞെടുപ്പ് പരാജയ ഒരു പരീക്ഷണമാണ്, വിജയം ഒരു പരീക്ഷണമാണെന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഒരു പരീക്ഷണമാണ്. അതിലാരും തോക്കും, മുസ്ലിം തോക്കും, മുസ്ലിം അല്ലാത്തൊരു തോക്കും. മുസ്ലിമീങ്ങളോ അല്ലാത്ത ആൾക്കാർ നമ്മൾ യുദ്ധം നടക്കുമ്പോഴത്തേക്കും ജയമൊക്കെ മുസ്ലിമിനായിരുന്നു അല്ലായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ബദർ ഉഹദൊക്കെ നടന്നിട്ടുണ്ട്. ബദറിൽ റസൂൽ ജയിച്ചു, ഉഹദിൽ സുന്ദരമായി തോറ്റു, ഹുനൈനിൽ ഒരു ഘട്ടത്തിൽ തോറ്റു. അവ തോൽവി എന്നുള്ളത് ഒരാള് മോശക്കാരനാണ് എന്നതിന്റെ അടയാളമൊന്നുമില്ലേ? അത് നാളെ തോക്കാൻ പോകുന്നത് മനസ്സിലാക്കി വെക്കണം. തോറ്റു എന്നതിന്റെ പേരിൽ നിങ്ങളെ ഇവിടെ എഴുതി തള്ളാൻ മാത്രമൊന്നും ആയിട്ടില്ല ആദ്യം മനസ്സിലാക്കണം. തോൽവി ആർക്കും സംഭവിക്കാം. വിശ്വാസി തോക്കും, അവിശ്വാസം ഇല്ലാത്തവനും തോക്കും. പരാജയം ഒരിക്കലും ഒരു അഗാധ ഗർത്തത്തിലേക്കുള്ള പതനമല്ല എന്ന് തോക്കാൻ പോകുന്നത് മനസ്സിലാക്കണം. അത് പൊരിഞ്ഞ് തോറ്റാണെന്ന് മനസ്സിലാക്കണം എന്നാണ്. തോക്കുമ്പോഴും ക്ഷമ കൈവിടാൻ പാടില്ല. എന്തിനാണ് തോൽവി? ഇസ്ലാം ഈ തോൽവിയെ കുറിച്ച് പറയുമ്പോൾ തോൽവി ശരിക്കും എന്തിനാണ്? തോൽവി നമ്മുടെ ഇഖ്ലാസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് തോക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ നിലപാടിൽ നിഷ്കളങ്കരായിരുന്നു. ഇഖ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് പടച്ചതമ്പുരാന്റെ ആരാധനയിൽ മാത്രം അല്ലാണ്ട് ഇഖ്ലാസ് വരിക. നമ്മളുടെ നിലപാടിൽ നമുക്ക് എത്ര ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആ ഇഖ്ലാസ് പരിശോധിക്കാൻ. തോറ്റു കഴിഞ്ഞുകൊണ്ട് കക്ഷി മാറുക, അങ്ങനെ ഉണ്ടല്ലോ. തോറ്റ പിന്നെ ആ പാർട്ടിയില്ല, പിന്നെ അടുത്ത പാർട്ടിയായി. അങ്ങനെയുള്ള ആൾക്കാർ വിശ്വസിക്കാനേ പാടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആൾക്കാരെ മഹാവഞ്ചകന്മാരാണ്, മുനാഫിക്കുകളാണ്. വോട്ട് അവർക്ക് ഒരിക്കലും കൊടുക്കില്ല. അത്തരം ആൾക്കാരുടെ കൂടെ കൂടെ നിലപാടുണ്ടാവണം. പഠിച്ചിട്ടാ പറഞ്ഞ കുഴപ്പമില്ല. ആ നിലകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷി അതിൻ്റെ ഇങ്ങനെ പ്രശ്നങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പാർട്ടി പാകുന്ന ആൾക്കാരാണ് കുഴപ്പമില്ല. ഇത് ഇപ്പുറത്തെ സീറ്റ് കിട്ടിയില്ല, അവിടെ അപ്പുറത്തേക്ക് പോകുക, അവിടെ നിന്ന് മത്സരിക്കുക, അപ്പൊ അത് പറ്റില്ല. അപ്പൊ തോൽവിയെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇഖ്ലാസ് പരിശോധിക്കാം. പിന്നെ അല്ലാഹു ഖുർആനിൽ ആയതു വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. ഖുർആൻ പറയാം, നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പരാജയത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ അടുത്തൊരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ചിന്തിച്ചിരുന്നതിനേക്കാളും വലിയൊരു മികവിലേക്ക് നിങ്ങൾ എത്തിയതെങ്കിലോ, അതിന് നിമിത്തമായത് ഈ പരാജയമാണെങ്കിലോ, ഇത് ഖുർആൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തോറ്റവനൊരിക്കലും മറ്റുള്ളവരുടെ നിന്ദക്കോ പരിഹാസത്തിനോ മത്സരത്തിനോ വിധേയനാവേണ്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൈൻ അസാബക ഷൈഉൻ, നിനക്ക് എന്തെങ്കിലും ഒരു ദുരിതം വന്നു പെട്ടാൽ ഫലാ തഖുൽ ലൗ അന്നീ ഫഅൽതു കനകദാ വകദാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ വരാൻ പോവാണ്. വോട്ട് ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ കുറച്ചു കാലത്തേക്കുള്ള പ്രധാന പരിപാടി എന്താ? വിലയിരുത്തലുകളാണ്. എന്താണ് അങ്ങനെ സംഭവം? വിലയിരുത്തലൊക്കെ നടത്തിക്കൊള്ളൂ, അത് വേണം. ആസൂത്രണങ്ങളും വിലയിരുത്തലൊക്കെ വേണം. പക്ഷെ ചിലപ്പോൾ എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മുടെ പ്ലാനിനപ്പുറത്ത് ചില സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയാ, വേറെ ചില കാരണങ്ങൾ കണ്ടെത്താൻ നിൽക്കും. റസൂൽ പറയുന്നു, അങ്ങനെ നിങ്ങളിങ്ങനെ ചകഞ്ഞ് പിന്നെ വല്ലാതെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറയണ്ട. പിന്നെ നിങ്ങൾ എന്താ പറയേണ്ടത്? ഖുൽ, പകരം നീ പറയേണ്ടത് ഖദ്ദറല്ലാഹു വമാ ശാ ഫഅല, പടച്ചോൻ കണക്കാക്കി, അവൻ ഉദ്ദേശിച്ച ചെയ്തു.
അള്ളാന്റെ തീരുമാനമായിരുന്നു തോക്കുക എന്നുള്ളത്. അത് അള്ളാഹ് തീരുമാനിച്ചു, പടച്ചോനങ്ങ് ചെയ്തു, അതന്നെ സംഭവിച്ചേ. അതിനകത്ത് എന്റെ കണക്കൂട്ടൽ എന്നുള്ള ബാധകമായിരുന്നു. അപ്പം ഇസ്ലാം ഈ വിഷയത്തില് തോൽവിയാണെങ്കിൽ പരാജയമാണെങ്കിൽ വളരെ കൃത്യമായി നമ്മോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ജയിക്കുന്നവരായാലും തോൽക്കുന്നവരായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന തരത്തിൽ അവിടെ തോറ്റ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്, ജയിച്ച പ്രവാചകനെ കാണുന്നുണ്ട്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഭാവിയെ ചിട്ടപ്പെടുത്താൻ, പ്രത്യേകിച്ച് നാളെ നമ്മൾ അഭിമുഖീകരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ സമ്പൂർണ്ണമായി പിൻപറ്റുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി പാലിക്കണമെന്നും തഖ്വ മുറുകെ പിടിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിലും മുഖ്ലിസുകളും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കും. മുസ്ലിങ്ങളും ഇതര മതസ്ഥരുമൊക്കെ നമ്മൾ ഈ നാട്ടിൽ സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലും പാർലമെൻറ്റിലും പഞ്ചായത്തിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തിക്കേണ്ടി വരും. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ മാത്രമേ സഹകരിക്കാൻ പാടുള്ളൂ എന്ന് എവിടെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മസ്ലഹത്തുൽ ആമ, പൊതു നന്മകൾക്ക് വേണ്ടി, നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിന് അടിയറവ് വെക്കാതെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്കങ്ങനെ പോവാം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമൊക്കെ മദീനയിൽ ജീവിച്ചതും മക്കയിൽ ജീവിച്ചതും ഒക്കെ മറ്റു മതസ്ഥർക്കൊപ്പമാണ്. ഇത് പുതിയ വിവരമല്ല. അള്ളാഹിൻ്റെ റസൂൽ മദീനയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മദീനയുടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയും അവിടെ റസൂൽ ഒരു ഭരണം കെട്ടിപ്പടുത്തതും ഒക്കെ ആ സമയത്തുള്ള സംഗതി നമുക്കറിയാമല്ലോ. അപ്പം നീതിയും അവകാശ സമത്വവും ഒക്കെ കുടികൊള്ളുന്ന രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ട് തന്നെയാണ് അള്ളാഹിൻ്റെ റസൂലും അവിടെ ഭരണം നടത്തിയത്. ഇത് ഖുർആൻ ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കും. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, മതവിഷയത്തിൽ നിങ്ങളോട് പോരാടാൻ വരാത്തവരോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാത്തവരോട്, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് ഗുണകരമായ നിലക്ക് ഇടപെടുക എന്നുള്ളതും അവരോട് നീതി ചെയ്യുക എന്നുള്ളതും അള്ളാഹു വിലക്കിയതല്ല. പരസ്പര രമ്യതയിൽ കഴിയുന്ന, മമതയോടെ അനുവർത്തിക്കുന്ന, ഇടപെടുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരുമിച്ച് കഴിയുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം വിലക്കിയ സംഗതിയാണ്. അതുകൊണ്ട് ഇലക്ഷന് ശേഷവും നാട്ടിൽ ഐക്യം നിലനിൽക്കും. തെരഞ്ഞെടുപ്പ് ഒരു നിശ്ചിത സന്ദർഭത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ മനുഷ്യരുടെ ജീവിതം, ജനജീവിതം എന്നുള്ളത് അതെന്നും ഉള്ളതാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ജയിച്ച കക്ഷിക്ക് മാത്രമല്ല, ജയിച്ച കക്ഷിക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നതുമല്ല, മറിച്ച് തോറ്റവരുടെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം അതിലുണ്ടെങ്കിൽ മാത്രമേ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. അത് സാധിക്കണം. അതിനുവേണ്ടി നിന്ന് കൊടുക്കുക. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു ഖുർആനിലെ വതആവനു അലൽ ബിർരി വത്തഖ്വ, ഗുണകരമായ കാര്യങ്ങളിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. നാട്ടിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത് എനിക്കിഷ്ടപ്പെടാത്ത കക്ഷിയായതുകൊണ്ട് ഉടനെ ഞാൻ കൊടിപിടിക്കാറുണ്ട്, അത് പറ്റില്ല. നാട്ടിന് ആവശ്യമുള്ള സാധനമാണ്, പൊതു നന്മയ്ക്ക് വേണ്ട സംഗതിയാണെങ്കിൽ അതെന്റെ വിരുദ്ധ ചേരി നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ തോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ ജയിക്കുന്ന ആളിൽ തന്നെ ഭരണം കിട്ടാത്തവരുണ്ടാകുമല്ലോ. അങ്ങനെ സംഭവിക്കാം. ഒരു മെമ്പർ ഒരാൾ ജയിച്ചു, പക്ഷെ പഞ്ചായത്ത് ഭരണം വേറൊരാൾക്കായി പോയി, മറുകക്ഷിക്കായി പോയി. അപ്പൊ ഇനിയിപ്പോ എന്ത് ഗുണകരമായ സംഗതി കൊണ്ടുവന്നാൽ ഇയാളുടെ ചാടി എഴുന്നേൽക്കുക, അത് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഗുണകരമായ സംഗതിയാണെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നമ്മളോടുള്ള നിർദ്ദേശം.
സഹോദരങ്ങളെ, അതുകൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തർക്കങ്ങൾ ഇനി അവസാനിപ്പിക്കണം. റിസൾട്ട് പബ്ലിഷ് നാളെ ചെയ്യപ്പെടുന്നതോടുകൂടി പിന്നെ തർക്കവും കൊണ്ട് നിൽക്കൽ. മനസ്സുകൾ വീണ്ടും പഴയതുപോലെ തിരിച്ചു വരണം. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ആളുകൾ തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെക്കണം. നാളെ മുതൽ നമ്മൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നു തുടങ്ങിയ പഴയ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കണം. ഒരുമിച്ചാവണം. നാടിന്റെ പുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇത് ഇസ്ലാമിന്റെ നമ്മളോടുള്ള നിർദ്ദേശമാണ്. പടച്ച തമ്പുരാനും അള്ളാഹുവിന്റെ റസൂലും നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ്. വിളികളൊക്കെ ഒഴിവാക്കി മനോഹരമായി ഈ വിജയത്തെയും പരാജയത്തെയും നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് അതാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളെല്ലാവരും സഹോദരങ്ങളാണ്. ഇനിമേൽ നമ്മൾ വീണ്ടും പഴയതുപോലെ സഹോദരങ്ങളായിട്ട് മുമ്പോട്ട് പോകും എന്ന് പ്രതിജ്ഞയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ നാടിനെ അള്ളാഹു പുരോഗതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹുവെ, സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് പൊറുക്കൽ ചോദിക്കുന്നു. നാദേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അള്ളാഹുവെ. അല്ലാഹുമ്മ ജമഅ ഖുലൂബനാ അലൽ ഹുദാ വലാ തജ്അൽ ലിശ്ശൈത്താനി ഫീഹാ മദ്ഖലൻ വലാ നസീബ. അല്ലാഹുമ്മ ബാരിക് ലിൽ ഫായിസീൻ വഅഇൻഹും അലൽ അമാന വഹ്ദിഹിം ലിൽ അദ്ലി വൽ ഇഹ്സാൻ. اللهم ألف بين المسلمين وغيرهم على الخير واجمعهم على مصالح أوطانهم. اللهم اجعل النصر تواضعا والهزيمة صبرا واجعل البلد أمنا مطمئنا وسائر بلاد المسلمين. وصلى اللهم وعلى محمد وعلى آله وصحبه أجمعين.